പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫോണിനോട് വലിയ ക്രേസ് ഇല്ല ഒന്നാമത്. അപ്പം ഞാൻ ഇപ്പോൾ ഷാനേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വെഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഫോൺ എടുക്കാം. അപ്പം ഞാൻ വേണ്ട, സാധാരണ ഒരു ഫോൺ മതി എന്ന രീതിയിലാണ് ഗാലക്സി സാംസങ്ങിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പോൾ. പക്ഷേ ഇത് എന്താ പറയുക, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടൊരു ഗിഫ്റ്റ് കൂടിയാണത്. ഐഫോൺ 17 Pro ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. ഒരുപാട് സന്തോഷം. ഞാൻ ഷാനേട്ടിനെ സർപ്രൈസ് ആക്കിയതിൽ കൂടുതൽ ഞാൻ സർപ്രൈസ്ഡ് ആയി എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ താങ്ക് യു ഷാനേട്ട, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വാല്യുബിൾ ഗിഫ്റ്റ്. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. എത്ര പേർക്ക് ഇതിലിപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ബ്ലാക്കും അതുപോലെ വൈറ്റൊക്കെയാണ് ചൂസ് ചെയ്യുക. എനിക്ക് എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ വേണമെന്നുണ്ടായിരുന്നു. സെയിം ബ്ലൂ എനിക്കിഷ്ടമാണ്, ഡാർക്ക് ബ്ലൂ ആണ്. മാറ്റ് ഫിനിഷ് ആണല്ലേ ഷാനിട്ടത്? എങ്ങനെ അത് ഞെക്കി പിടിച്ചോ. അങ്ങനെ 17 Hello. പുതിയ ഐഫോൺ അങ്ങനെ ഞങ്ങളും അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. അല്ല, ഷാനേട്ടൻ ആക്ച്വലി ഐഫോൺ ആണ് യൂസ് ചെയ്തിരുന്നതും. മുന്നും ഐഫോണൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് UK വന്നത് ശരിക്കും വാങ്ങായിരുന്നു. ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് വാങ്ങായിരുന്നു. പക്ഷെ അപ്പോൾ വിചാരിച്ചു വേണ്ട, നെക്സ്റ്റ് ടൈം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാള് വാങ്ങാതെ ഇരുന്നത്. ഇപ്രാവശ്യം ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ വാങ്ങാൻ സമ്മതിക്കില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല, ഞാനിങ്ങനെ വിചാരിക്കും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ, ഇപ്പൊ എന്തായാലും ഒരു ഫോൺ ഉണ്ടല്ലോ. അപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഫോൺ എന്റെ നാശമായിപ്പോയി. അപ്പോഴും ഷാനേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ഐഫോൺ എടുക്കാം, നീ ഇതുവരെയും സാധാരണ ഫോണിലല്ലേ യൂസ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചു കുഴപ്പമില്ല, നോർമൽ ഒരെണ്ണം മതി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ സാംസങ് തന്നെ വീണ്ടും യൂസ് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു സാംസങ് തന്നെ. അപ്പം ഇതിപ്പം ഞാൻ എന്താ ഞാൻ പറയണ്ടത്, എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒട്ടും ഐഫോൺ യൂസ് ചെയ്യാൻ മാത്രം നേരത്തെ പറഞ്ഞ പോലെ അത്രയ്ക്കൊന്നും എന്താ പറയാ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഫോണിനോടൊന്നും വലിയ കമ്പൊന്നുമില്ല. ഞാനാണ് പിന്നെ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്ഗ്രേഡേഷൻ എല്ലാ കാര്യങ്ങളും ഐഫോൺ. എനിക്കിപ്പോഴും ABCD അറിയില്ല കേട്ടോ. ഐഫോൺ എങ്ങനെ യൂസ് ചെയ്യണം, അതിന് അതിൻ്റെതായ ഒരു സ്റ്റെപ്പുകൾ തന്നെ ഉണ്ടല്ലോ ഐഫോണിന് മാത്രമായിട്ടുള്ള. അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ടല്ലോ നമ്മുടെ പോലെ തന്നെ. ഇപ്പൊ നോർമൽ നമ്മള് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഐഫോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പഠിക്കണമല്ലോ. അപ്പം
അതൊക്കെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കണം ഇനി. എനിക്കറിയില്ല സത്യം പറഞ്ഞു. ഷാനന്റെ ഫോൺ ഉണ്ടെങ്കിൽ കൂടി ഞാനത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാറില്ല. ഞാൻ എന്റെ ദേ ഗാലക്സി ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് എനിക്കാണോ 17 Pro എന്നാണോ? അങ്ങനെയല്ല, നമുക്ക് തിരിയാം. എന്റെ 14 Pro Max ഉണ്ട്. അതൊരാഗ്രഹം ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ എനിക്കിങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ല. എന്താ വെച്ചാൽ ഇതിന്റെ എല്ലാം ഒരു ബേസിക് നമുക്കുണ്ട് ഈ ഫോണിൽ 14 Pro Maxൽ. അതുകൊണ്ട് എനിക്ക് വേണ്ടി താല്പര്യമില്ല. പിന്നെ ഒരു ലോങ് ടൈം ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് ഞാൻ പിന്നെ ഒരു അസറ്റ് കൂടിയാണല്ലോ. അതാണ് ഞാൻ അതപ്പോ ചിന്തിച്ചത് കേട്ടോ. ഞാനിപ്പോ ചിന്തിച്ചു കയറി ഞാൻ എപ്പോഴെങ്ങനെ പറയുന്നേ ഉള്ളൂ. അതൊരു അസറ്റ് കൂടിയാണല്ലോ നമ്മൾ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും ഇന്നത്തെ ദിവസം ഭയങ്കര കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഇപ്പോ ഒരാഴ്ചയായി. അപ്പൊ അതിന്റെ ആ ഒരു ചൂടൊക്കെ അങ്ങ് മാറി. ഒരു കേക്ക് കട്ടിങ് നമ്മള് പെൻഡിങ്ങിലുണ്ട്. അപ്പൊ അത് കേക്ക് കട്ടിങ് ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ അപ്പോഴും ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ഷാനേട്ടിന് ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പൊ ഞാൻ ചോദിച്ചു നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്യാം ഒരു ദിവസം. കാരണം ഇത്രയും ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഇന്ന് ഞങ്ങള് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് ഷാനേട്ടന്റെ ഈ ബോക്സും കൊണ്ട് പുറകെ വന്നത്. അപ്പം കൊണ്ടുവന്ന ആ ഒരു ടൈമില് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മള് ഒട്ടും പെട്ടെന്ന് ഞാനിപ്പോ പുറത്തുനിന്ന് വന്ന് കയറി ഉടനെ തന്നെ ഇത് എടുത്ത് തരിക ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആകെ സ്റ്റക്കായി പോയി. പ്രതീക്ഷിക്കുന്നില്ലല്ലോ എങ്ങനെ എന്താന്നുള്ളത്. അപ്പൊ ഈ ബോക്സിന്റെ സൈസ് കണ്ടപ്പോ എനിക്കൊരു സംശയമായി, ഫോൺ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയമായി. പിന്നെ ഒബ്വിയസ്ലി പൊട്ടിച്ചപ്പോ നമ്മള് ബാക്കിയെല്ലാം നിങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുള്ള സെയിം വീഡിയോ തന്നെയാണ്. സോ അപ്പൊ ഓക്കെ, ഞങ്ങളുടെ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയുള്ള വീഡിയോസും എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, ഗുഡ് നൈറ്റ്.